ഗൈസ് എന്നെ ഒരുപാട് കൺഫ്യൂഷൻ ആക്കിയ രണ്ട് കാര്യമാണിത്. ഐ ഹാവ് എ കാർ, ഐ ഹാവ് ഗോട്ട് എ കാർ. അതായത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എനിക്കിത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം പലരും, ചില ആളുകൾ ഐ ഹാവ് എ കാർ എന്ന് പറയും, ചില ആൾക്കാർ ഐ ഹാവ് ഗോട്ട് എ കാർ. അതായത് എനിക്ക് കാർ ഉണ്ട് എന്നതിന്. പിന്നീടാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാകുന്നത്. അതായത് ഇത് ശരിക്കും ഇതിൽ ഏതാണ് ശരി നിങ്ങൾക്ക് പറയാൻ പറ്റും? ഏതാണ് നിങ്ങൾ ഏതാ യൂസ് ചെയ്യാറ്? യെസ്, ബോത്ത് ക്യാൻ ബി യൂസ്ഡ്. രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ ഒരു ഫോമലാണ്. ഓക്കെ, ഒരു ഫോമൽ സിറ്റുവേഷനിലാണ് നമ്മൾ ഐ ഹാവ് എ കാർ എന്ന് പറയുന്നത്. ഐ ഹാവ് ഗോട്ട് എ കാർ എന്ന ഒരു ഇൻഫോർമൽ സിറ്റുവേഷനിലാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സിനോടും ഇവരോടൊക്കെ നമുക്ക് ഐ ഹാവ് ഗോട്ട് എ കാർ എന്ന് പറയാം. പക്ഷെ ഒരു ഫോമൽ സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും നല്ലത് ഐ ഹാവ് എ കാർ. അതായത് എനിക്ക് കാർ ഉണ്ട്, ഐ ഹാവ് എ കാർ. ഇപ്പൊ എനിക്കൊരു 2 ബ്രദേഴ്സ് ഉണ്ട്, ഐ ഹാവ് 2 ബ്രദേഴ്സ്. അങ്ങനെയൊക്കെയാണ് പറയാറ്. ഓക്കെ, ഇനി ഐ ഹാവ് ഗോട്ട് 2 ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫോർമൽ. ക്ലിയർ ആയോ? ഇനി അവന് കാർ ഉണ്ട്, ഈ ഹാസ് എ കാർ. അത് ഇൻഫോർമൽ ആകുമ്പോൾ ഈ ഹാസ് ഗോട്ട് എ കാർ എന്ന് പറയും. ഓക്കെ, ഇനി നിനക്ക് കാർ ഉണ്ടോ? ഡു യു ഹാവ് എ കാർ? അത് ഇൻഫോർമൽ ആകുമ്പോൾ ഹാവ് യു ഗോട്ട് എ കാർ. മനസ്സിലായോ? ഇനി അവന് കാർ ഉണ്ടോ? ഡസ് ഹി ഹാവ് എ കാർ? അത് ഇൻഫോർമൽ ആകുമ്പോൾ ഹാസ് ഹി ഗോട്ട് എ കാർ. അങ്ങനെയാണ് പറയാം. മനസ്സിലായോ? അപ്പൊ ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഇവിടെ കോമെന്റ് ചെയ്യുക. ഇത് 1.5 മിനിറ്റ് കൊണ്ട് എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓൺലൈനിലൂടെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. നല്ല റിസൾട്ട് ഉണ്ടാവും. ഞങ്ങൾക്ക് വേണ്ടി 2 മാസം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് 2 മാസം കൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. വളരെ ചെറിയ ഫീ ആണ്, 3500 ഇന്ത്യൻ റുപ്പീസ്. 2 ദിവസം കൊണ്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബയോ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്, ക്ലിക്ക്